നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന അന്ന് ബൈക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഗൾഫിൽ പോണ അന്ന് മൂടിയിട്ടിട്ട് പോയിട്ടുള്ളതാണ്. അങ്ങനെ വാഷ് ചെയ്ത് വണ്ടി കൊടുന്നപ്പോഴാണ് വണ്ടിയുടെ ഓരോ കംപ്ലൈന്റുകൾ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ വണ്ടി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് എടുത്തേക്ക് വാ. ഈ ക്ലച്ച് ഇതും കംപ്ലൈന്റ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അടുത്ത കംപ്ലൈന്റ് ആണ്. രണ്ടാമത്തെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് പോണ വഴിക്ക് ചെയിൻ സോക്കറ്റ് ചെയിൻ ഇങ്ങനെ അതിൻ്റെ ആ ഒരു കേസിൽ കട്ടക്കട്ടാന്ന് അടി വരുന്നുണ്ട്. അതൊന്ന് രണ്ടാമത്തെ കംപ്ലൈന്റ്. പിന്നെ എലി വന്നിട്ട് ഇതിൻ്റെ കേബിൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ വണ്ടി ഓണാക്കി പാസ് അടിക്കുന്നുണ്ട്, പാസ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. കണ്ടാ ഇത് ഓണാക്കി വെച്ചിട്ടുണ്ട്, മീറ്റർ ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഒരു തരത്തിൽ ഇവിടെ പോലും ലൈറ്റ് കാണിക്കുന്നില്ല. നമ്മുടെ കേബിള് എലി കട്ട് ചെയ്തിട്ടുണ്ട്. 2 ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്ററിൻ്റെ കേബിളും മാറ്റണം. ആ കേബിൾ പൊട്ടിയത് കാണിച്ചുതരാം. ഇതൊക്കെ എല്ലാ പ്രവാസികളെയും കയറ്റി വയ്ക്കുന്ന വണ്ടിക്ക് നമ്മൾ വന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന കംപ്ലൈൻറ്റുകൾ പ്രശ്നങ്ങളൊക്കെയാണ്. എന്താ ചെയ്യല്ലേ? ഇനിയിപ്പോൾ അത് ശരിയാക്കന്നെ, അല്ലാതെ എന്താ ചെയ്യുക? അപ്പോൾ എന്തായാലും നമുക്ക് ശരിയാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ നാട്ടിലെ വർക്ക്ഷോപ്പ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അവനൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ചെയിനും ടൈറ്റ് ചെയ്തു, ക്ലച്ച് കേബിളും ടൈറ്റ് ചെയ്തു. ചെയിന് പുതിയതാണ്, അതുകൊണ്ട് തന്നെ അത് മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ ക്ലച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഓക്കെ ആയി. ഇത് രണ്ടും കൂടി 50 രൂപയേ ഉള്ളൂ. ബാക്കി നാളെ.